ഗോപാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, തടിയന്റെ ഇവിടെ നസീറിന് ജയിലിനകത്ത് മതതീവ്രവാദം വളർത്താൻ കഴിയുക, പുറത്തുനിന്ന് സഹായം സ്വീകരിക്കാൻ കഴിയുക, കുറച്ചുകൂടെ ജാഗരൂകമാകേണ്ട സാഹചര്യമുണ്ട്. അന്വേഷണ ഏജൻസികളടക്കം ഇത് ഈ നെറ്റ്വർക്ക് ട്രേസ് ചെയ്യുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച വരുന്നു എന്ന് കരുതുന്നുണ്ടോ? എന്താ സംശയം? വീഴ്ചയേ ഉള്ളൂ. നമ്മുടെ കേരളമല്ലേ, ഇവിടെ തീവ്രവാദികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും തീവ്രവാദികൾക്ക് പറുദീസ ഉണ്ടാക്കി കൊടുക്കാനും ജയിലിന് വെളിയിലും ജയിലിന്റെ ഉള്ളിലും സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലും ഭരണസിരാ കേന്ദ്രത്തിലും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിനുള്ള സൗകര്യങ്ങളാണ്. അല്ല, ഇത് കേരളത്തിലല്ല, പിന്നെ ബംഗളൂരുവിലാണ്, പരപ്പന അഗ്രഹാര ജയിലിലാണ്. ഞാൻ മുഴുവൻ പറഞ്ഞു തീരട്ടെ. അതായത് അതാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിലെ ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ കാലഘട്ടത്തിലും തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിലെ ജയിലായാലും കർണാടകയിലെ ജയിലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ജയിലായാലും ഈ ഇടതുപക്ഷവും വലതുപക്ഷവുമാണോ ഭരിക്കുന്നത്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെയാണോ ഭരിക്കുന്നത്, അവർക്ക് ഈ മത തീവ്രവാദികളുമായിട്ടും മത ഭീകരവാദികളുമായിട്ടും ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ കർണാടകയിലെ കാര്യം പറഞ്ഞാൽ, കർണാടകയിൽ ഇപ്പോഴാണ് മത തീവ്രവാദികൾക്ക് എതിരായിട്ടുള്ള കേസുകൾ പിൻവലിച്ചത്. കർണാടകയിൽ റീസെന്റ് ആയിട്ട് ഈ മാംഗ്ലൂരുമായി ബന്ധപ്പെട്ട പ്രദേശത്തുണ്ടായിട്ടുള്ള എൻ ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള കൊലപാതകവും NDF ഉണ്ടായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട പല കേസുകളും സിദ്ധാരാമയ്യ അധികാരത്തിൽ വന്നതിന് ശേഷം പിൻവലിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മത തീവ്രവാദികളുമായി സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നു. ഈ സഖ്യം ചേരലാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് അത് കർണാടകയിലാണെങ്കിൽ നാളെ കേരളത്തിലാണ്. കാരണം ഈ തടിയന്റെ ഇവിടെ നസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിനെ പാകിസ്ഥാന്റെ കൂടെ ചേർത്ത് ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ലഷ്കർ തോയ്ബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡറാണ്. ഇയാൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ കർണാടക ഗവൺമെന്റോ അല്ലെങ്കിൽ ജയിൽ അധികൃതരോ ഒക്കെ തയ്യാറാവുന്നതിന്റെ കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ജമാഅത്ത് ഇസ്ലാമിയായിട്ടും NDF ആയിട്ടും PDP ആയിട്ടും മദനിയായിട്ടും ഒക്കെ സഖ്യമാണ്. ഇവർക്ക് വേണ്ടത് അധികാരമാണ്. ഇവർക്ക് വേണ്ടത് BJP ഇല്ലാതാക്കലാണ്. BJP ഇല്ലാതാക്കാൻ പാകിസ്ഥാൻകാര് അനുകൂലമായി വന്ന അവരുമായിട്ട് സഖ്യം ചേരുന്ന സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. ജയിലിൽ കർണാടകയായാലും ജയിലിൽ കേരളമായാലും ശരി, ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം നടക്കും. ആ നടക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഏതെങ്കിലും ഒരു ജയിൽ അധികൃതരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കർണാടകയിലെ ജയിലിൽ കുറെ ക്യാമറ വെച്ചതുകൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. നേരത്തെ ആരും പറഞ്ഞു കേട്ടു, ക്യാമറ വെച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല. ഇത് ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നടപടികളുടെയും അലയൻസിന്റെയും സഖ്യത്തിന്റെയും എല്ലാം ബാക്കി പത്രമാണ്. ഇവരുടെ ലീഡർഷിപ്പ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് തീവ്രവാദികളുമായിട്ട് സഖ്യം ചേരുന്നവരാണ്. അതാണ് കാരണം. നിലമ്പൂർ ഇലക്ഷൻ കണ്ടില്ലേ നിങ്ങളെ? അപ്പൊ അങ്ങനെ സഖ്യം ചേരുന്ന സമീപനത്തിൽ നിന്ന് മാറിയിട്ട് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരായാലും ശരി, രാജ്യവിരുദ്ധരായി കാണാൻ കഴിയണം. രാജ്യദ്രോഹികളെ രാജ്യദ്രോഹികളായിട്ട് കാണാൻ കഴിയണം. മത തീവ്രവാദികളായിട്ട് കാണാൻ കഴിയണം. എന്റെ മതം മാത്രം മതി, ബാക്കി എല്ലാവരെയും കൊല്ലാം എന്ന് തീരുമാനിക്കുന്നവരാണല്ലോ. ഇപ്പൊ കേരളത്തിൽ 975 പേരെ കൊല്ലാൻ തീരുമാനിച്ച പ്രസ്ഥാനമാണ് ഈ തടിയന്റെ നസീറുമായി ബന്ധപ്പെട്ടത്. അപ്പം ഇതൊക്കെ മദനിയുമായി ബന്ധപ്പെട്ട ആളാണ്. ഇവിടെ മദനിയുമായി സഖ്യം ഉണ്ടാക്കിയവരാണ് ഇവരൊക്കെ. അപ്പം കർണാടകയായാലും കേരളമായാലും ഇനി ഏത് സംസ്ഥാനമായാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആദ്യം ചെയ്യേണ്ടത് രാജ്യവിരുദ്ധരായിട്ടുള്ള, രാജ്യദ്രോഹികളായിട്ടുള്ള, രാജ്യത്തിനെതിരായി പ്രവർത്തനം നടത്തുന്ന, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കാതെ പ്രവർത്തനം നടത്തുന്ന എല്ലാവരെയും അതിശക്തമായി അകറ്റി നിർത്താനും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായാൽ ഈ പ്രശ്നം പരിഹരിക്കും. ഇല്ലാത്തടത്തോളം കാലം കുറെ ക്യാമറ വെക്കാന്നല്ലാതെ ഇത് ഗുണവുമില്ല. ക്യാമറ വെച്ചുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല തീവ്രവാദവും ഭീകരവാദവും.
ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ദേശീയ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചോളം ഇത് ഈ നടക്കുന്ന കേസുകളിൽ 2023 അടക്കം ഒരുപാട് പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ഇത് ട്രേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടായിരിക്കും? അവിടെ അന്വേഷണ ഏജൻസികൾക്ക് വീഴ്ച വരുന്നുണ്ടോ? അല്ലാതെ ഈ അന്വേഷണ ഏജൻസികൾക്ക് ട്രേസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ അന്വേഷണ ഏജൻസികൾക്ക് ഫ്രീ ഹാൻഡ് കൊടുത്ത് അന്വേഷണം നടത്താൻ പലപ്പോഴും ലോക്കൽ പോലീസിന്റെ ഒക്കെ സഹായം ആവശ്യമുണ്ട്. ലോക്കൽ രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ സഹായം ആവശ്യമുണ്ടാവും. കാരണം ഈ നാഷണൽ ഏജൻസീസിന് പലതിനും അങ്ങനത്തെ ചില ആവശ്യങ്ങളുണ്ട്. ഇതൊന്നും ഇവർ സഹകരിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. NDF-നെ നിരോധിച്ചു. NDF-നെ നിരോധിക്കുമ്പോൾ, ഓൾ ഇന്ത്യ തലത്തിൽ നിരോധിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ NIA ആൾക്കാർക്കൊക്കെ വന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുക, അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുകൂടുക, അവരുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ഇല്ലാതാക്കുക, ഇതൊക്കെ കേരളത്തിൽ നടന്നോ? MV ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? BJP ആണ് NDF-നെ നിരോധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ BJP നിരോധിക്കുന്നത് കൊണ്ട് ഞങ്ങൾ NDF-ന്റെ ഓഫീസൊന്നും സീൽ വെക്കാനോ അല്ലെങ്കിൽ ഓഫീസ് പിടിച്ചു കൊടുക്കാൻ പോലീസിന് സഹായമോ ഒന്നും ഞങ്ങൾ തരില്ല. എന്ത് മര്യാദകേടാണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നാഷണൽ ഏജൻസികൾക്ക് പലപ്പോഴും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അത്ര നിസ്സാരക്കാരല്ല. നമ്മൾ മുറുക്കാൻ കടയിൽ കയറിയിട്ട് ഒരു ബ്രെഡ് മോഷ്ടിക്കുന്നവരല്ല ഇവര് വളരെ ആസൂത്രിതമായിട്ട് എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും പിൻബലത്തോടെ വളരെ ശാസ്ത്രീയമായിട്ടാണ് പല ഇത്തരം ബോംബ് ബ്ലാസ്റ്റും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനവും നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, അമേരിക്കയിലെ നടന്നിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് പൈലറ്റായി കടന്ന് അവിടെ പ്ലെയിൻ എടുത്തു കൊണ്ടുപോയി അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിന് മുകളിൽ കൊണ്ട് ഇടിപ്പിച്ച് അവര് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും അത്ര നിസ്സാര കാര്യമല്ല. അപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരെയേറെ മികവുറ്റ രീതിയിലുള്ള ആധുനിക പരിശീലനം ലഭിച്ചവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ ട്രേസ് ചെയ്യാൻ അല്പസമയം എടുക്കും. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഭരണകൂടം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. BJP സർക്കാരാണോ? കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ആണ്. അതുകൊണ്ട് നാഷണൽ ഏജൻസി BJP-യുടെ ആണ്. നമ്മൾ പിടുത്തം കൊടുക്കണ്ട, നമ്മളൊരു സഹായം ചെയ്യണ്ട, നമ്മൾ ഓഫീസ് അടക്കണ്ട, നമ്മൾ പ്രതിയെ പിടിച്ചു കൊടുക്കണ്ട. ഈ സമീപനം സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. താമസം വരും, നിവൃത്തിയില്ല.